ഞാൻ നോക്കുന്ന സമയത്ത് നമ്മളെ നിജേഷ് ചേട്ടൻ ഉള്ള മുടിയും താടിയും നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എന്താ വരുന്നതെന്ന് വെച്ചപ്പോൾ എന്നോട് പറയാം ഞാൻ വണ്ടീൻ്റെ മുമ്പിലായിരിക്കുക കാറ്റ് മൊത്തം എൻ്റെ മുഖത്തേക്കാണ് വരിക അതുകൊണ്ടാണ് ഞാൻ മുടി വാർന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ബേക്ക് പോയി ഇരിക്കരുതെന്ന് പറഞ്ഞപ്പം പറഞ്ഞു എൻ്റെ ആൾ പാരമ്പര്യമായിട്ട് മുമ്പിൽ മാത്രമേ ഇരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാരമ്പര്യമായിട്ട് മുമ്പിൽ ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ബാബുവേട്ടൻ ഇങ്ങനെ ഫോണുകൊണ്ട് കളിക്കുന്നത് അന്നേരം തന്നെ നിജേഷ് ചേട്ടൻ ചോദിച്ചു ഇത് അതാണോ എന്ന് വെച്ചപ്പം ബാബുവേട്ടൻ പറയും ഇത് അതല്ല എന്ന് പറഞ്ഞിട്ട് ബാബുവേട്ടൻ ഫോണെടുത്ത് കീശയിലാടട്ടേന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇങ്ങനെ പോകട്ടോ പോകുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ നന്നായിട്ട് അവിടെ കുത്തുന്നു തല ഇങ്ങനെ ആട്ടുന്നു തല ആട്ടുന്ന കണ്ടപ്പോൾ തന്നെ വത്സേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ തലാട്ടിൽ ഇപ്പോൾ ഒന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്താക്കി പയ്യോളി ഒരാളെ ഇറക്കി ഇയാളെ പയ്യോളി ഇറക്കിയതിന് ശേഷം നമ്മൾ വണ്ടിയും കൊണ്ട് തിക്കോടി പമ്പിലെത്തിയതിനു ശേഷം നമ്മളെന്താക്കി അവിടെ നിന്ന് പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി മാറി കയറിയിട്ടോ മാറി കയറിയ അവിടെ തന്നെ ബാവട്ടം പറഞ്ഞു നമുക്ക് അടിപൊളി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നേരത്തൊക്കെ പോയത് നമ്മൾ ആരിസ്ഖാൻ്റെ കടയിലേക്ക് ഇങ്ങ് പോയി അവിടെ പോയ അവിടെ ഇവിടുത്തെ പ്രത്യേകം വെച്ചുകൊണ്ട് നല്ല അടിപൊളി സ്പെഷ്യൽ ചായ നമ്മൾ ആരിസ്ക തരൂ പിന്നെ ഒന്നും നോക്കണ്ട മക്കളെ ഞാനും ആരിസ്ക നമ്മുടെ ശ്രീനിവാസനും കൂടി അവിടെ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് കടിയം തള്ളേ നോക്കുന്ന സമയത്തുണ്ട് എല്ലാ ബന്നും എല്ലാ കടികളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു സമൂസൊക്കെ പറഞ്ഞതിന് ശേഷം ആടുന്നുണ്ട് നമ്മൾ ആരിസ്ക ചായയൊക്കെ കൊടുത്തതിന് ശേഷം ബാബുവേട്ടനുണ്ട് ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നത് ആക്ഷൻ കണ്ടതിന് ശേഷം ആരിസ്കക്ക് നല്ല കാര്യങ്ങൾ പിടിയിട്ടിരിക്കുക ആരിസ്ക സാധനം കൊടുത്തതിന് ശേഷം ഇപ്പോൾ തെളിവില്ലാണ്ടെന്നാക്കാണ് പേപ്പർ ഇട്ട് ചുരുട്ടിയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഒരു കൈക്കലും കഴിച്ച് പിന്നെ ഒരാളുണ്ട് പഴം ഒരിക്കലും കാണാത്ത മാതിരി പഴം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ